പാകിസ്ഥാനെക്കുറിച്ച് പൊടുന്നനെ നരേന്ദ്രമോദി പറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാകിസ്ഥാനെക്കുറിച്ച് പറയാനുള്ള അങ്ങനെ ഒരു റഫറൻസ് പോയിന്റിലേക്ക് നരേന്ദ്രമോദി എത്താനുള്ള കൃത്യമായ റീസൺ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ വിശദമായി പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു പോയതിൽ അതേക്കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ മുൻ മന്ത്രി ചൗധരി ഫവാദ് ഹുസൈൻ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അല്ല, രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗ വീഡിയോ, എഡിറ്റഡ് വീഡിയോയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ അത് എക്സിൽ പങ്കുവയ്ക്കുന്നു. ആ എക്സിൽ പങ്കുവെച്ചുകൊണ്ട് രാഹുലിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നലെ അത് പങ്കുവച്ചതിന്റെ ഒരു മറുപടിയാണ് ഇന്ന് നരേന്ദ്രമോദിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് എന്താണ് എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് 5:10 എക്സ് പ്ലാറ്റ്ഫോമിൽ ചൗധരി ഫവാദ് ഹുസൈൻ രാഹുലിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു റീട്വീറ്റായി ഇതിട്ടിരിക്കുന്നത്. ആ റീട്വീറ്റിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോയുടെ കണ്ടന്റ് കൂടി നമ്മൾ എന്താണെന്ന് നോക്കണം. അതിൽ പരിഹസിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെയാണ്. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ഡ്രാമ എന്ന് രാഹുൽ ഗാന്ധി വിളിക്കുന്ന വീഡിയോ അത് റീകോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റീട്വീറ്റ് ചെയ്തുകൊണ്ട് ചൗധരി ഫവാദ് ഹുസൈൻ അപലപിക്കുകയോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്നതിനായാണ് രാഹുൽ ഓൺ ഫയർ, അതായത് പാകിസ്ഥാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് ചൗധരി ഫവാദ് ഹുസൈൻ. അപ്പോൾ ആ ചൗധരി ഫവാദ് ഹുസൈൻ്റെ ആ പരാമർശത്തെ, ആ വീഡിയോയ്ക്ക് മുകളിലുള്ള രാഹുൽ ഓൺ ഫയറിനെ രാഹുൽ തീപ്പന്തമാണ് എന്നൊക്കെ പറയുന്നത് എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. രാഹുൽ ഒരു തീക്കൊള്ളി പോലും ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഇക്കാര്യത്തിലെ അഭിപ്രായം. രാഹുലിനെതിരെ പാകിസ്ഥാൻ ബന്ധം പറഞ്ഞുകൊണ്ട് പ്രചാരണം ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രചാരണത്തിലേക്ക് നരേന്ദ്രമോദിക്ക് കടക്കുന്നതിനുള്ള വാതിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നത് ഈ എക്സ് പോസ്റ്റ് തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി നരേന്ദ്രമോദിക്ക് ആക്രമിക്കുന്നതിനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ടൂൾ അവിടെ കിട്ടുകയാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടക്കുന്ന വേളയിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുഭാഗത്തുള്ളവർ അത് ഉപയോഗിക്കും എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയേണ്ടതാണ്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പിന്തുണയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പറയുകയാണ് വേണ്ടിയിരുന്നത്. ഇമ്രാൻഖാന്റെ ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്ന ഒരു മുൻ മന്ത്രിയുടെ ഇങ്ങനെ ഒരു പരാമർശത്തെ അത് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിക്കുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്. നരേന്ദ്രമോദിയും കൂട്ടരും ഇത് ആയുധമാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ പറയണമായിരുന്നു, ഞാൻ ഫയറാണോ അതോ വാട്ടറാണോ എന്നൊന്നും നിങ്ങളല്ല പറയേണ്ടത്, അത് ഇവിടുത്തെ ജനങ്ങൾ, ഇന്ത്യക്കാർ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അതിനെ നിരാകരിക്കേണ്ടിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ ചൗധരി ഫവാദ് ഹുസൈൻ വളരെ നിർദോഷകരമായിട്ട ഒറ്റ പോയിന്റ് അല്ലെങ്കിൽ ഒറ്റ ട്വീറ്റാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ന് വീണ്ടും അദ്ദേഹം പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നിലെ മോട്ടീവ് എന്താണ് എന്നുള്ളത് ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധിയെ കൊടുക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ കൃത്യമായി, നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ, രാഹുൽ ഗാന്ധിയെ ഒരു ഫ്രെയിം വർക്കിനുള്ളിലേക്ക് കൊണ്ടുചെന്ന് നിർത്തിക്കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് 2 ദിവസമായി പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്, ഈ ചൗധരി ഫവാദ് ഹുസൈനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. കോൺഗ്രസ് അതിനെ എൻഡോഴ്സ് ചെയ്യുകയല്ല, തള്ളിപ്പറയുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും നരേന്ദ്രമോദി അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇനി BJP ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ കേട്ടതുകൊണ്ട് എനിക്ക് എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം മുത്തലാഖ് നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത് BJP ആണ് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കുകയും ചെയ്യരുത്. നരേന്ദ്രമോദി ചൊവ്വാഴ്ച കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സംവരണം, അത് SC/ST പിന്നോക്ക വിഭാഗങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സംവരണം, അത് അവർക്ക് തന്നെ ആയിരിക്കും, അല്ലാതെ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ ഞാൻ ചെറുക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സംവരണം എടുത്തു കളയുമെന്നോ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്ന രീതിയെക്കുറിച്ചോ ഒന്നുമല്ല നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞ വാചകം അതാണ്. പിന്നെ കോൺഗ്രസിനെ എതിർക്കുന്നത് എവിടെയാണ്? മുസ്ലിങ്ങൾക്കുള്ള സംവരണം പിൻവാതിൽ വഴി നടപ്പാക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സമീപനത്തെ, കർണാടക അടക്കമുള്ള ഉദാഹരണങ്ങൾ പല പ്രസംഗങ്ങളിലും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിൻവാതിലിലൂടെയുള്ള മുസ്ലിം പ്രീണനത്തെയാണ് നരേന്ദ്രമോദി എതിർത്തിരിക്കുന്നത്, അല്ലാതെ മുസ്ലിങ്ങളെയല്ല. അത് കോൺഗ്രസിന്റെ ഒരു നിലപാടില്ലായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശിക്കുന്നത്. അവിടെയും മുസ്ലിങ്ങളെയല്ല വിമർശിച്ചിരിക്കുന്നത്, കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിലൂടെ വോട്ട് സെക്യൂർ ചെയ്യുകയും എന്നാൽ അവർക്ക് വേണ്ടി കൃത്യമായി കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെ തുറന്നു കാട്ടുകയാണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി ഇനി ഗുജറാത്തിലെ ആനന്ദിൽ പറഞ്ഞത് എന്താണ് എന്നതുകൂടി നമ്മൾ കൃത്യമായി പറഞ്ഞു പോകണം. കോൺഗ്രസ് ഇവിടെ മരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ കരയുകയാണ്. പാകിസ്ഥാൻ നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് അതിശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന വാചകം എന്താണ്? കോൺഗ്രസ് പാകിസ്ഥാന്റെ ശിഷ്യനാണ് അല്ലെങ്കിൽ ഡിസൈപ്പിൾ ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പാണ് അടുത്ത ഘട്ടത്തിൽ പ്രചാരണത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് ഗുജറാത്തിലെ ആനന്ദിൽ നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു. അതായത് കോൺഗ്രസ് ആൻഡ് പാകിസ്ഥാൻ അവർ പാർട്ട്നേഴ്സാണ്. അല്ലാത്ത പക്ഷം എന്തിന് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു മുൻ മന്ത്രി പോസ്റ്റ് ചെയ്യണം, തുടരെ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം? അത് മാധ്യമങ്ങളിൽ, പാക് മാധ്യമങ്ങളിലൊക്കെ വാർത്തയാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് വാർത്തയാകണം എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വോട്ട് ജിഹാദ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ തലയിലൊന്നും ആരും കൊണ്ടുവെക്കേണ്ട. നരേന്ദ്രമോദി അല്ല വോട്ട് ജിഹാദ്
ജിഹാദിനെ കുറിച്ച് പറഞ്ഞത്. നരേന്ദ്രമോദി അല്ല എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ വലിയ സംഭവമായ സൽമാൻ ഖുർഷിദിന്റെ അനന്തരവൾ മരിയ ആലം ഖാൻ അവരാണ് ഈ വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്തത്. ഈ വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്ത മരിയ ആലം ഖാനെ ഇതുവരെ തള്ളി പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതും തെറ്റാണ്. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അത് തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാന്റെ മുൻ മന്ത്രിയുടെ പ്രശംസയെ തള്ളിപ്പറഞ്ഞില്ല. രണ്ടാമത്തേത്, മരിയ ആലം ഖാൻ എന്ന സമാജ്വാദി പാർട്ടി നേതാവ് പറഞ്ഞതിനെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇതിൽ മരിയ ആലം ഖാനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഇന്ത്യ മുന്നണിയെ തന്നെ കമ്മ്യൂണൽ ആക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം കൃത്യമായ വർഗീയതയാണ്, അല്ലെങ്കിൽ വർഗീയ വിഭജനമാണ് മരിയ ആലം ഖാൻ പറഞ്ഞത്. അതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും നരേന്ദ്രമോദി ഇതുവരെ നടത്തിയിട്ടില്ല. നരേന്ദ്രമോദി വലിയ വർഗീയവാദിയും മരിയ ആലം ഖാൻ ഇത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് അവരെ കുറിച്ച് തഴുകി വിടുകയും അവർ പറഞ്ഞത് ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആണ് എന്ന് പറഞ്ഞു വിടുന്ന രീതിയിലുള്ള ന്യായീകരണം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവർ പറഞ്ഞത് മുസ്ലിംസ് മസ്റ്റ് യുണൈറ്റ് ഫോർ വോട്ട് ജിഹാദ് എന്നാണ്. അതായത് വോട്ട് ജിഹാദിനായി, വോട്ട് കുരിശുദ്ധത്തിനായി തയ്യാറാകണം മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ ഒൺലി വി ക്യാൻ ഡിഫീറ്റ് ദിസ് ഹിന്ദു ഗവൺമെന്റ്, ഈ ഹിന്ദു സർക്കാരിനെ തകർക്കാൻ നമ്മളെ കൊണ്ടേ കഴിയൂ, മുസ്ലിമിനെ കൊണ്ടേ കഴിയൂ. കൃത്യമായിട്ടുള്ള ഡിവൈഡാണ്. എന്തൊരു കമ്മ്യൂണൽ ഹേറ്റ്രഡ് ആണ് അവരുടെ മനസ്സിലുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ബോയ്ക്കോട്ട് മുസ്ലിംസ് ഹു സപ്പോർട്ട് ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ പുറന്തള്ളണമെന്നാണ് പറയുന്നത്, അവരെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. പിന്നെ പ്രോ ബി.ജെ.പി ആയിട്ടുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പണിഷ് ചെയ്യണം. എന്താണ് ഒരു വർഗീയ കലാപത്തിനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ മരിയ ആലം ഖാൻ എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി നേതാവ് സൽമാൻ ഖുർഷിദിന്റെ നീസ്, മുൻ വിദേശകാര്യമന്ത്രിയാണെന്ന് ഓർക്കണം. അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉള്ള മരിയ ആലം ഖാൻ പറയുന്നതിനെ കുറിച്ച് ആർക്കും ചർച്ചയില്ല. പറഞ്ഞിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു, ഇതുവരെ അതേക്കുറിച്ച് ചർച്ചയില്ല. നരേന്ദ്രമോദി ആണെങ്കിൽ അപ്പോൾ തന്നെ ചുവപ്പുകൊടിയും പച്ചക്കൊടിയും നീലക്കൊടിയും മഞ്ഞക്കൊടിയും എല്ലാം ഒന്നിച്ചു പൊങ്ങും. എന്നിട്ട് നരേന്ദ്രമോദി അങ്ങ് വിമർശിക്കും. മരിയ ആലം ഖാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതെടുത്ത് തലയണയ്ക്കടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങും. അല്ലാതെ ആരും വിമർശിക്കാൻ പോകുന്നില്ല, ഒരു മാധ്യമവും ചർച്ചയാക്കത്തില്ല. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇന്ന് മൗനമായിരുന്നു, പ്രിയങ്ക ഗാന്ധിക്ക് മൗനമായിരുന്നു? വിമർശിക്കുകയാണെങ്കിൽ, വർഗീയതയെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ അത് മരിയ ആലം ഖാൻ പറഞ്ഞാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞാലും തുറന്നെതിർക്കണം, ഒരുപോലെ തന്നെ വിമർശിക്കണം. ഇപ്പോൾ ഒരു റിലിജിയൻ അത് വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഡിസിഷൻ പോയിന്റായി മാറ്റുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് മരിയ ആലം ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ വിമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്ത് മുസ്ലിം സംവരണം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നടത്തിയേക്കും എന്നുള്ളത് ആവർത്തിച്ച് നരേന്ദ്രമോദി പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടൂൾസും നരേന്ദ്രമോദിക്ക് ഇട്ടുകൊടുത്തത് ഒന്ന് മരിയ ആലം ഖാനാണ്, ഒന്ന് പാകിസ്ഥാനിലെ മുൻമന്ത്രിയാണ്. അത് രണ്ടും തള്ളിപ്പറയാത്ത കോൺഗ്രസ് ആണ്. കൃത്യമായ അവസരം ഉപയോഗിച്ചോളൂ. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ട് എന്ത് കാര്യം? അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഇതിൽ ഖേദിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ കൃത്യമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അതിരുവിട്ട പാക് പരാമർശം നരേന്ദ്രമോദിയല്ല നടത്തിയത്, പാകിസ്ഥാൻ പറഞ്ഞതിനെ എതിർക്കാതിരുന്ന, നരേന്ദ്രമോദി പറയുന്നതിന് മുൻപ് തന്നെ അതിനെ തള്ളിപ്പറയാതിരുന്ന രാഹുൽ ഗാന്ധിയുടെ മൗനമാണ് ഇവിടെ കുറ്റകരം. മരിയ ആലം ഖാൻ എന്ന സൽമാൻ ഖുർഷിദിന്റെ നീസിനെ കുറിച്ച് തള്ളിപ്പറയുക പോയിട്ട് ഇന്നിപ്പോൾ അഖിലേഷ് യാദവ് എന്തോ ടങ് സ്ലിപ്പ് വന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നാക്കുപിഴയായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല, കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഒരിക്കലും പറയില്ലല്ലോ മുസ്ലിംസ് മസ്റ്റ് യുണൈറ്റ് ഫോർ വോട്ട് ജിഹാദ്. ഇതെന്താ ഇങ്ങനെ മുസ്ലിങ്ങൾ മാത്രം കൂട്ടായി പോയി വോട്ട് ചെയ്ത് തോൽപ്പിക്കുക എന്ന രീതിയിലുള്ള ആഹ്വാനം നടത്തുന്നത്, കമ്മ്യൂണൽ അല്ലാതായി മാറുന്നത്, അത് ആരും കാണാതെ പോകുന്നത്? അപ്പോൾ ഇവിടെ തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ അതിരുവിട്ട പരാമർശം നടത്തിയത് സമാജ്വാദി പാർട്ടിയുടെ നേതാവായ മരിയ ആലം ഖാനാണ്. സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി നടത്തുന്ന ഇങ്ങനെയുള്ള പരാമർശങ്ങളും കാണണം എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.